മാർ റാഫേൽ തട്ടിൽ ഇനി സഭയെ നയിക്കും. തട്ടിലച്ഛൻ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, കിടക്കാൻ നേരമായി. അപ്പോൾ വരട്ടെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബ്രസ്റ്റിലേക്ക് നോക്കുന്നത്. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പല സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. തട്ടിലച്ഛൻ്റെ മുന്നിൽ പോകാൻ വലിയ വിഷമമായിട്ട് എൻ്റെ ഭാര്യ പറയണു സദാസമയവും ഇങ്ങനെ ബ്രസ്റ്റിലേക്ക് നോക്കിയിട്ട്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്തത്. അപ്പോൾ അത് ആളുടെ ഒരു വീക്ക്നെസ്സാണ്. ആളാണ് ബിഷപ്പാവുന്നത്. ആ അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അച്ഛൻ എന്നെ ഒന്നും ചെയ്തില്ല, ചെയ്യാൻ ഭയമായിരുന്നു അച്ഛന്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനത് കാരണം ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഷഡ് ഇട്ടിരുന്നു. ഞാൻ മെൻസസിന് ഒരുങ്ങിയിട്ടാണ് ആ യാത്രയ്ക്ക് പോയത്. അപ്പോൾ അത് ഞാൻ ഊരിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നന്നായി. അച്ഛനെ പേടി, എങ്ങാനും അത് ഊരിയിരുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്തു പോയേനെ എന്നുള്ള പേടി. അച്ഛൻ ഇൻട്രസ്റ്റും ബ്രസ്റ്റിനോടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഒരു ഷഡ്ഡി മാത്രം ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിങ്ങനെ ഷഡ്ഡിയിൽ 2 വിരലും ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ കണ്ട ആർക്കാ ഇളക്കം വരാതിരിക്കുക എന്നൊക്കെ ചോദിച്ചു എന്നോട്. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞാൽ 68 വയസ്സേ ഉള്ളൂ. കർദിനാൾ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സഭാ ആസ്ഥാനമായ കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സെയിന്റ് തോമസ് മൗണ്ടിലാണ് സ്ഥാനാരോഹണം. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം പ്രഖ്യാപനം നടന്നു. മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ സിനഡ് സമ്മേളനം അവസാനിച്ചു. ഇനി ഡോക്ടർ സിസ്റ്റർ ജസ്മി മാർ തട്ടിൽ പിതാവിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ഇന്റർവ്യൂവിൽ അനുസ്മരിച്ചത് ഞങ്ങൾ വീണ്ടും നൽകുകയാണ്. കാരണം കുഞ്ഞാടുകളുടെ പ്രാർത്ഥന ഏതായാലും വിഫലമായില്ല എന്ന് മനസ്സിലാക്കുവാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ജസ്മിയുടെ ഈ ഇന്റർവ്യൂ ഉപകാരപ്പെടും എന്ന് തീർച്ചയാണ്. കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ അഥവാ CMCയിൽ അംഗമായിരുന്നു സിസ്റ്റർ ജസ്മി. 2005 തൃശൂർ സെയിന്റ് മേരീസ് കോളേജിൽ പ്രിൻസിപ്പലായി ചേർന്ന് 2008 വരെ അവിടെ സേവനമനുഷ്ഠിച്ചു. സിസ്റ്റർ ജസ്മിക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്. 33 വർഷം കന്യാസ്ത്രീയായി ജോലി ചെയ്ത ശേഷം വൈകാരിക പീഡനം കാരണം മഠം ഉപേക്ഷിക്കുവാൻ നിർബന്ധിതയായി. മാർ തട്ടിൽ ബിഷപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ശൈലസ്ഥാനികളും ജട്ടിയുടെ പരസ്യമുള്ള ഹോർഡിങ്ങുകളും മാർ തട്ടിൽ പിതാവിന്റെ കണ്ണിൽ പെടാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നാ പിന്നെ നമുക്ക് സിസ്റ്റർ ജസ്മിയുടെ ആ അനുസ്മരണം കണ്ടാലോ. അദ്ദേഹം ഒരിക്കൽ മദറിന്റെ മുന്നിൽ വെച്ചാണ്, അല്ലാണ്ട് എന്നോട് രഹസ്യമായിട്ടല്ല, കുറേ നാളായല്ലോ കണ്ടിട്ട് ജസ്മി, ഞാൻ സ്വപ്നം വരെ കണ്ടു തുടങ്ങി എന്ന് പറയുന്നത് തമാശയാകാം, സ്നേഹപ്രകടനമാകാം, പക്ഷെ മദറിന്റെ മുന്നിൽ വെച്ചാണ്. അപ്പോൾ അതിന് വിശുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ വിശുദ്ധിയുണ്ട്, ആ സ്വപ്നത്തിനൊരു വിശുദ്ധിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു. പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറഞ്ഞത്, ഒരിക്കൽ ഞാൻ സെമിനാരിയൻസിന് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. നേരമില്ലാത്ത നേരത്ത് നമുക്കിവിടെ 100 കൂട്ടം പണിയുടെ ഇടയിലാണ് ഓടിച്ചെല്ലേണ്ടത്. എങ്കിലും നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു ശുദ്ധ മനസ്സോടുകൂടി വേണം പോകാൻ. സെമിനാരിയൻസുമാണ് ഇരിക്കാൻ പോകുന്നത്, നമ്മൾ ഓടിച്ചെല്ലാണ്. ആ നേരത്ത് അന്ന് തട്ടിലച്ഛനാണ്, ബിഷപ്പായിട്ടില്ല. അപ്പം അന്ന് തട്ടിലച്ഛൻ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, കിടക്കാൻ നേരമായി. അപ്പോൾ വരട്ടെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബ്രസ്റ്റിലേക്ക് നോക്കുന്നത്. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പല സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയ വ്യക്തിയെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ റിജക്റ്റ് ചെയ്യും. എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കങ്ങോട്ട് വല്ലാണ്ടായി. ഞാൻ ക്ലാസ്സിലേക്ക് കടക്കട്ടെ വെച്ചാൽ കുറച്ചു നേരം നിൽക്കുമെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിനാരിയൻസിൻ്റെ മുന്നിലേക്കാണ് പോകണം, യുവ വിദ്യാർത്ഥികൾ. അങ്ങനെ ചെന്ന് ഞാൻ നന്നായി ക്ലാസ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, ഞാൻ പേര് പറയാം, സിസ്റ്റർ പ്രഭ, DBCLCയിലാണ് ഇത് നടക്കുന്നത്. അവിടെ നിന്ന് സിസ്റ്റർ വേറെ എന്തോ ആവശ്യത്തിന് വന്നിട്ട് വരികയാണ്, നമുക്ക് ഒരുമിച്ച് പോകാൻ ജസ്മി, അപ്പോൾ ഒരു ഓട്ടോൻ്റെ കാശല്ലേ വരുള്ളൂ, ഞങ്ങൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ തട്ടിലച്ഛൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ഐസായിപ്പോയി എന്ന് പറഞ്ഞു. ഇതൊന്നും വലിയ പാപമല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ അവളുടെ മുടിയിഴയിൽ പോലും ഒരാൾ സ്പർശിച്ചാൽ അത് അവൾക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ വിധത്തിലുള്ള അനുഭവമാണ് എനിക്ക്. അപ്പോൾ സിസ്റ്റർ പറയാണ്, അത് അച്ഛൻ്റെ എപ്പോഴുള്ള ബലഹീനതയാണ്, എനിക്ക് എത്ര പ്രാവശ്യം അങ്ങനെ നോക്കിയിരിക്കണേ, ആൾക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റാണ്, അവിടെ നോക്കി ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ
അതൊരു എനിക്ക് ദഹിക്കാതെ കിടക്കുന്ന കിഴങ്ങായതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞാനത് പറയുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ എന്താണ് എയർപോർട്ടിൽ പോയിട്ട് കണ്ടപ്പോൾ വളരെ കൂളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താണ് വിശേഷം ജസ്മി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പിതാവേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പിതാവേ എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ കപ്ലോനച്ഛനായിരുന്നു. എന്നേക്കാൾ 6 മാസം മൂത്തതെന്നാണ് അന്ന് പറഞ്ഞതും. അത്ര പ്രായ വ്യത്യാസം, അപ്പോൾ ഒരേ പ്രായമാണ് ഞങ്ങൾ. അപ്പോൾ പോടാന്ന് വിളിക്കാനുള്ളൊരു ബന്ധം ഉള്ള പോലെയാണ്. അപ്പോൾ അന്ന് ഞാൻ പിന്നെയും പിതാവേ എന്ന് വിളിച്ചിട്ടൊരു തമാശ പോലെയും കൂടിയായിട്ട്, അപ്പോൾ എന്താ വിശേഷം? അപ്പോൾ ഞാനാണ് കൊത്രാങ്കുള്ളി പോലെ പറഞ്ഞത്, അയ്യോ പിതാവേ മറ്റേ വിശേഷം ഇല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, മറ്റേ വിശേഷമില്ല, അല്ലാത്ത വിശേഷം സാധാരണ വിശേഷമാണെങ്കിൽ സുഖമായിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ തമാശ, നിൻ്റെ ഒരു തമാശ ഇപ്പോഴും കളഞ്ഞിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ചിരിച്ചു. ഇത് പറഞ്ഞതിനെയാണ് മറ്റേ ചാനലിലൊക്കെ വന്നത്, എന്നെ രഹസ്യമുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. കൊച്ചു നിസ്സാരമായ കാര്യമാണ്. ആൾക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, സ്ത്രീകളോടൊരു വീക്ക്നെസ് ഉണ്ട്. ആൾ ബിഷപ്പായി കഴിയുമ്പോൾ എന്താ ഉണ്ടാവണേ എന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നു. അത് അടുത്ത കഥയാണ്, അത് ഇനി അനുഭവിച്ചവർ പറയട്ടെ. നമ്മൾ ഇത്രയും തുറന്നു പറഞ്ഞില്ലേ, പേരെടുത്ത് പറയാൻ പറ്റുന്നിടത്ത് പേരും പറയണു, ബ്രസ്റ്റിൽ നോക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും തുറന്ന് പറഞ്ഞു നോക്കി. എനിക്ക് വല്ലാതെ എൻ്റെ കുറ്റമായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു വീക്ക്നെസ് ആൾക്കുണ്ടെന്ന് മറ്റേ സിസ്റ്ററും കൂടി പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊരാളും കൂടി പറഞ്ഞു കേട്ടോ, സോറി. അതായത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ അയാളോട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. ഈ തട്ടിൽ അച്ഛൻ്റെ മുന്നിൽ പോകാൻ വലിയ വിഷമമായിട്ട് എൻ്റെ ഭാര്യ പറയണു, സദാസമയവും ഇങ്ങനെ ബ്രസ്റ്റിലേക്ക് നോക്കിയിട്ട്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്തത്. അപ്പോൾ അത് ആളുടെ ഒരു വീക്ക്നെസ്സാണ്. ആളാണ് ബിഷപ്പാവുന്നത്. അപ്പോൾ സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു ഭയം വരുന്നു. ആൾ ഒരിക്കലും വരി പറഞ്ഞു, ഞാൻ കുണ്ടുകുളം ബിഷപ്പിൻ്റെ പാതയാണ് പിന്തുടരുന്നതെന്ന്. കുണ്ടുകുളം ബിഷപ്പിന് ഏക വീക്ക്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു വീക്ക്നെസ്. അത് ക്രൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ തേച്ച് മാച്ച് കാണും. പക്ഷേ അറിയാം, കുറേ പേർക്ക് ഈ വിവരങ്ങൾ അറിയാം. അപ്പോൾ ആ പാത പിന്തുടരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. ആ പാതയിൽ ഇതും കൂടി ഉണ്ടല്ലോ. ഇതിനെ അങ്ങനെയൊക്കെ പറയാനോ? ബലാത്സംഗ ശ്രമമല്ല, ആ അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അച്ഛൻ എന്നെ ഒന്നും ചെയ്തില്ല, ചെയ്യാൻ ഭയമായിരുന്നു അച്ഛന്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനത് കാരണം ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഷഡ്ഡി ഇട്ടിരുന്നു. ഞാൻ മെൻസസിന് ഒരുങ്ങിയിട്ടാണ് ആ യാത്രയ്ക്ക് പോയത്. അപ്പോൾ അത് ഞാൻ ഊരിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നന്നായി. അച്ഛനെ പേടി, എങ്ങാനും അത് ഊരിയിരുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്തു പോയേനെ എന്നുള്ള പേടി. അച്ഛന് ഇൻട്രസ്റ്റും ബ്രസ്റ്റിനോടായിരുന്നു. എനിക്ക് അറിയില്ല, അതൊന്ന് യഥാർത്ഥത്തിൽ കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ആൾ പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു സ്ത്രീയുടെ ഇത് കണ്ടിട്ടില്ല, ഞാൻ പടങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അത് ആ ബാംഗ്ലൂർ എത്തിയേണ്ട ഒരു ദോഷമാണ്. വിശുദ്ധനായ ഒരു അച്ഛനാണ് നാട്ടിലായിരുന്നപ്പോൾ സാഹചര്യം. അവിടെ ചെന്ന് എല്ലാ ഫോട്ടോകളും എല്ലാ ഇതുകളും കണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഒരു ഷഡ്ഡി മാത്രം ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിങ്ങനെ ഷഡ്ഡിയിൽ 2 വിരലും ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന, കണ്ടില്ലേ ഇതൊക്കെ കണ്ട ആർക്കാ ഇളക്കം വരാതിരിക്കുക എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പണിയുമില്ല, അങ്ങനെ ഇരുന്നു. ഇഷ്ടംപോലെ സ്വത്ത് കയ്യിൽ, റൂമുകൾ മുഴുവൻ ആളുടെ കയ്യിൽ, കാറുകൾ മുഴുവൻ ആളുടെ കസ്റ്റഡിയിൽ. അപ്പോൾ സുഖലോലുപതയിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതെനിക്ക് വഴങ്ങേണ്ട ഗതികേട്. ആളെ നേക്കളായി എനിക്കും കാണിച്ചു തന്നു, എനിക്ക് പഠിപ്പിച്ചു തരണമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അതും ഇതുപോലെ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഞാൻ പറയാൻ, അതല്ല, നിർബന്ധിച്ച് എന്നെ നേക്കഡായിട്ട് കാണാൻ നിർബന്ധിച്ചു. ആളെയും കാണിച്ചു തന്നു. അത് കാണിച്ചു തന്നത് ഒരു സമയത്ത്. പിന്നീട് നിർബന്ധം സഹിക്കാൻ വയ്യാതെ എനിക്ക് ആളെന്നെ അല്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്നുള്ള മട്ടായപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് ജസ്റ്റ് കാണിച്ചു തരും, പിന്നെ ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് ഇടും എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് വിരൽ വെച്ച് കണ്ടീഷനൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. ഇത് ബലാത്സംഗമല്ല, പക്ഷെ ബലാൽ സംഘമില്ല, ബലാൽ നേക്കഡാക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ സന്യാസത്തിലേക്ക് വന്നത് നല്ല ഉദ്ദേശത്തിലാണ്. അപ്പം നമുക്കതൊന്നും, ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഞാൻ വന്നത്. എനിക്കൊരു ക്യൂരിയോസിറ്റി എനിക്കും വന്നു. ഒരു പുരുഷനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അപ്പനൊക്കെ മദ്യപിച്ച് ആംഗ്ലയായിട്ടൊക്കെ ഇതിൽ മുണ്ടൊക്കെ നീങ്ങി വീട്ടിൽ നിൽക്കുമ്പോഴേ മുണ്ട് അല്ലെങ്കിൽ പുറത്ത് പാൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പൻ അന്ന് മുതലാളിയായിരുന്നു. പക്ഷേ അപ്പം ഞാൻ അങ്ങോട്ട് നോക്കേയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചെറിയ കുട്ടികളെ പോലും ഞങ്ങളുടെ വീട്ടിൽ കുളിമുറിയിൽ നിന്ന് വരുമ്പോഴേ ഡ്രസ്സ് ഇട്ടിട്ടേ വരാൻ പാടുള്ളൂ. ഷഡ്ഡിയെങ്കിലും ഇടിക്കും, അല്ലാണ്ട് ഞങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതങ്ങനെ ഒരു ചിട്ടയുണ്ടായിരുന്നു വീട്ടിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.